ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടും അതുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന കോൺട്രവേഴ്സികൾ ഇവിടെ തീരുന്നില്ല. ഇന്നലെ ബിഗ് ബോസ് കപ്പുമായിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ വന്ന് ചാടിയിട്ടുണ്ട്. അങ്കമാലിക്കാരെ എല്ലാം കുളിർമ കൊള്ളിച്ച് അങ്ങോട്ടേക്ക് കപ്പും കൊണ്ടെത്തി നമ്മുടെ ജിൻഡോ ചേട്ടൻ. വാലെ പുറകെ ഓരോ കണ്ടസ്റ്റൻസും വന്ന് ചാടി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു വ്യക്തിയോട്, വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോൺ, നമ്മുടെ സായിക്കുട്ടന്റെ ഉറ്റ കൂട്ടുകാരൻ. അപ്പോ ആ കൂട്ടുകാരനോട്, സിജോ ചേട്ടനോട് നമ്മുടെ റോക്കി ബായുടെ കിട്ടിയ ആ ഒരു സ്നാപ്പിനെ പറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ റോക്കി ബായ് ഇന്നലെ ഒരു ലൈവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, സിജോയോട് സോറി ഒക്കെ പറഞ്ഞ്. അപ്പൊ കുറെ പേര് അത് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. കുറെ പേരും, ഈ മാക്സിമം ആൾക്കാരും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും ഞാൻ കണ്ടത് സിജോയെ ഇടിച്ചതിനെ പറ്റിയും അതിനൊപ്പം സിജോ പറയുന്ന മറുപടി ഇതൊക്കെയാണ് കാണിച്ചത്. എന്നാൽ അതിന് മുമ്പ് റോക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റിയും കൂടെ ഒന്ന് സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം എല്ലാരും ചെയ്തു, സിജോ പറയുന്നതും റോക്കി ക്ഷമ ചോദിക്കുന്നതും അതിന് സിജോയുടെ മറുപടിയൊക്കെ നമുക്കും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് റോക്കി വേറൊന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെനിക്ക് അങ്ങോട്ട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല റോക്കി എണ്ണം പറയുന്നത് പലർക്കും പിടിക്കത്തില്ല. പക്ഷെ എന്നാലും കുറച്ച് നല്ല കാര്യങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് തള്ളുകളുണ്ട്. അതിപ്പം വേറൊന്നും കൊണ്ടല്ല, റോക്കി ചേട്ടൻ ഈ ലൈവൊക്കെ ഇട്ട് വന്ന് ഇങ്ങനെ മറ്റേ നിൽക്കാൻ, ലൈം ലൈറ്റിൽ നിൽക്കാൻ നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. റോക്കി ചേട്ടൻ പുറത്തു പോയി, ആരും മൈൻഡ് ചെയ്യുന്നില്ലടേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒന്ന് 10 പേരുടെ ഫ്രണ്ട് നിൽക്കണ്ടേ, ആ ഒരു മൂഡിന് വേണ്ടിയിട്ടാണ് റോക്കി അണ്ണൻ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അത് റോക്കി അണ്ണന് തന്നെ പണിയാവും കേട്ടോ എന്തായാലും. കാരണം നമുക്ക് അതിനെ ആ ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് തന്നെ അങ്ങോട്ടത് പറയാം എങ്ങനെ റോക്കി അണ്ണന് പണിയാവും എന്നുള്ളത്. അപ്പൊ അതാ കണ്ടോ, 100 ദിവസം ഇന്ന് കഴിയണേ. ഞാൻ അവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലും ചെയ്യാൻ പറ്റുമായിരുന്നു. കപ്പും കൊണ്ട് തന്നെ ഞാൻ വരിക ചെയ്യുമായിരുന്നു, അത് സത്യം. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സന്തോഷം മാത്രമേ ഉള്ളൂ. ഇവരെ കൂടെയൊക്കെ അർജുൻ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ്, അതുപോലെ തന്നെ ജിൻഡോ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ്, ജാസ്മിൻ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ്, ഇവർ 3 പേര് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആളാണ്. അപ്പം ജിൻഡോ അതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ് ജിൻഡോ വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്ത ഒരാളെ ജിൻഡോ ആയിരുന്നു. കാര്യം ഞാൻ കരുതി എന്തിനാ ഈ പുള്ളിക്കാരൻ വഴിതെറ്റി വന്ന ആരോ പോലെയാണ് എനിക്ക് ജിൻഡോയെ അതിനകത്ത് തോന്നിയത്. മക്കളെ, കുഞ്ഞെ റോക്കി മോനെ, വഴിതെറ്റി വന്നത് നീയാണെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. പിന്നെ നീ കപ്പെന്തോ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞില്ലേ, ചായക്കപ്പ് ചിലപ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് വരും കുഞ്ഞ്. മറ്റേ വെള്ളക്കുപ്പിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു കഥയൊക്കെ നമ്മളിടയ്ക്ക് അറിഞ്ഞായിരുന്നു. വിറ്റ് പോയാ അതൊക്കെ? ആരാണ്ടോ പറയുന്നത് കേട്ടു, 10 ലക്ഷം രൂപയ്ക്ക് ആരാണ്ടോ അത് മേടിച്ചോണ്ട് പോയത്. എനിക്ക് അറിയത്തില്ല കേട്ടോ, എവിടെയോ പറയുന്നത് കേട്ടതാ. അപ്പം താങ്കളെക്കാട്ടിലും വലിയ മണ്ടബുദ്ധികളൊക്കെ ഈ ലോകത്തുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതൊന്ന് കേട്ടപ്പോഴത്തേക്ക്. സത്യമാണോന്ന് അറിയത്തില്ല കേട്ടോ, സത്യം അല്ലെങ്കിൽ വിട്ടുകളയ്യ. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ആരെങ്കിലും മേടിക്കോടെ. ഇവ മറ്റേ വെള്ളം കുടിച്ച കുപ്പിക്കൊണ്ടൊക്കെ പോയിട്ട് ഇവർക്ക് എന്നെ കാണിക്കാനാ. എന്തായാലും ആവട്ടെ. അപ്പൊ ജിൻഡോ ചേട്ടന്റെ കേസൊക്കെ പറഞ്ഞ എനിക്ക് എല്ലാവരെയും അറിയാം. അർജുനെ എനിക്ക് അറിയായിരുന്നു, ജാസുമോളെ എനിക്ക് അറിയായിരുന്നു, ജിൻഡോ ചേട്ടനെ അറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ്. പുള്ളി എന്തിനാണ് അതുവഴി വന്നത്? പുള്ളി ഒരു ബി ബി മെറ്റീരിയൽ അല്ലെന്നൊക്കെയാണ് റോക്കി എണ്ണം പറയുന്നത്. റോക്കി എണ്ണൻ ഒരു ബി ബി മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയുമെന്നറിയോ? ബി ബി മെറ്റീരിയൽ ഒക്കെ തന്നെ. റോക്കി ബായ് ഒരു നല്ല ബി ബി മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഞാൻ എന്നുള്ള ഒരു അഹന്തയുണ്ട് പുള്ളിക്ക്, അതുണ്ട്, ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പുള്ളി ഒന്ന് സിജോ പ്രൊവോക്ക് ചെയ്തപ്പോഴത്തേക്ക് എടുത്തിട്ട് ചാമ്പി കൊടുത്ത്. ആ ഇടി കൊടുത്തതിനകത്ത് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ റോക്കി ബായിയെ കുറ്റം പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ബായ് നമ്മൾ കണ്ടതാണ്, ആ ഒരു ഇടി പൊട്ടുന്നതിന് മുമ്പ് ലാലേട്ടൻ, അതിന്റെ മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ പുള്ളി ഒന്ന് ട്രിഗർ ചെയ്ത് വിട്ടു. എന്താണ് റോക്കി അങ്ങനെ ഇടിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങ് ഇടി കൊടുക്കത്തില്ല, നമ്മളൊക്കെ അത് പിന്നെ ഇടിക്കാതിരിക്കുമോ എന്നുള്ളൊരു സാധനം കണ്ട് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഓൾറെഡി പുള്ളിയുടെ തല ഇതുണ്ട്. പിന്നെ വന്നിട്ട് മറ്റേ സിജോ വന്നിട്ട് താടിയിൽ ഇങ്ങനെ തട്ടി ഇടിയടാ അടിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് കഴിഞ്ഞാൽ ആരാണെങ്കിലും പിടിച്ചിടിക്കും. റോക്കി അണ്ണൻ ഇടി കൊടുത്തു. പക്ഷേ റോക്കി അണ്ണൻ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ്, 10 പേര് കാണുന്നതാണത്. അവിടെ ഗെയിം കളിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ ഇങ്ങനത്തെ പ്രൊവോക്കേഷൻസ് വരും. അയാൾ നല്ലൊരു ഗെയിമർ ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയോണ്ടാണ് അയാളായിട്ട് കുത്തുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി താങ്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ അവിടെ നിന്നേനെ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പം ചായക്കപ്പിന് വരാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നേനെ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൻ അണ്ണന്. പക്ഷെ അണ്ണൻ അത് ചെയ്തില്ല. അപ്പൊ പിന്നെ അണ്ണ കയ്യിൽ നിന്ന് പോയി. ഇനി പിന്നെ നിന്ന് മെഴുകാതിരിക്കുക. ഓക്കെ, പിന്നെ അണ്ണൻ ഇപ്പൊ ഈ വന്ന് കിടന്ന് കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ബാക്കി എല്ലാവരും അത്യാവശ്യം ഒന്ന് ഫേമിൽ നിൽക്കുക. അണ്ണൻ മാത്രം, അണ്ണനെ ഫൈനലിന് പോലും വിളിച്ചില്ല. അത് ഞാൻ പക്ഷേ
എന്തോ നമുക്കതിനകത്ത് എനിക്കൊരു 2% സൈഡിൽ ഞാൻ ചിന്തിച്ചു. റോക്കിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് റോക്കിയെ വിളിക്കാമായിരുന്നു. അവിടെ ഒരു തെറ്റ് കാണിച്ചാൽ പുറത്തായി. പക്ഷെ ഫൈനലല്ലേ, അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ, വിളിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ വന്നിട്ട് വീണ്ടും ആ ഫൈനലിൽ വന്നിട്ട് സൈഡിൽ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. ആരെ ഇടിക്കാനും പിടിക്കാനൊന്നും ആ പാവത്തിന് പറ്റത്തില്ലല്ലോ. അവിടെ ആ മൂലയ്ക്ക് വന്ന് ഇരുന്നേനെ. പക്ഷെ അതൊന്നും ചെയ്യേണ്ടത്, അതൊരു മാന്യതയായിരുന്നു. പിന്നെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും നാൾ മലയാളത്തിൽ കാണാത്ത ഒരു തെറ്റ് അവിടെ ഒരാൾ ചെയ്തു. അപ്പൊ പിന്നെ അയാളെ അവര് ടോട്ടലി അവർ അവോയ്ഡ് ചെയ്ത് വിട്ടു. അതാണ് അവർ ചെയ്തത്. സോ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് നമ്മളത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് മറ്റേ ഇന്ന ആളുടെ സൈഡിലാണ് ശരി അത് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യത്തില് എനിക്കങ്ങനെ അങ്ങനെ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ ഇല്ല അതിനകത്ത്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. രണ്ടുപേരുടെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യണം ആ ഒരു പാട്ടിൽ എന്നാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാനത് പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. അർജുൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹീസ് ലൈക്ക് എ സൈലന്റ് അസാസിൻ. അർജുൻ ഇസ് എ ഷാർക്ക് ഗായ്. അതേപോലെ തന്നെ ജാസ്മിൻ ഇസ് മൈ ഫേവറേറ്റ്. കാര്യം വെച്ചാൽ എൻ്റെ ഒരു നല്ലൊരു എനിമി ആയിരുന്നു ജാസ്മിൻ ഒരുപാട് ബുദ്ധികളുണ്ട്. ഇപ്പോൾ 10 ബുദ്ധിയിൽ ഏകദേശം 10 ബുദ്ധിയുള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ. അപ്പം അറിയിക്കുന്ന ആളിന്റെ കയ്യിലാണോ ഈ ട്രോഫി ചെന്ന് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അത് നമുക്ക് സംസാരിക്കാം അല്ലേ? എന്റെ അണ്ണൻ സംസാരിക്കണ്ട പ്ലീസ്, ദൈവത്തെ ഓർത്ത്. നമുക്ക് ഞാനിപ്പോ ചെയ്യുന്നത് ചില ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഞാൻ എന്ത് സൈബർ ബുള്ളിങ് ആണ് ചെയ്യുന്നത് ഒന്ന് പറയുക. ഈ ചെയ്യുന്നതിനെ സൈബർ ബുള്ളിങ് എന്നല്ല പറയുന്നത്. ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയുക. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഈ പറഞ്ഞ വ്യക്തിയുടെ കമന്റ് ബോക്സിലോ അവിടെ ഇവിടെ ചെന്നിരുന്നത് അയാളെ പച്ച തെറി പറയുന്നതിനാണ് സൈബർ ബുള്ളിങ്. അയാളെ തെറി പറയുക, അതുപോലെ തന്നെ അയാളുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക. ആ പരിപാടിക്കൊന്നും ഞാൻ ചെല്ലത്തില്ലടേ. അതുപോലെ തന്നെ ഇത് കാണുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാ വള്ളോറെ സ്പേസ് ചെയ്തിട്ട് അവരെടുത്ത ഫോട്ടോയിലും ഒക്കെ പോയി തെറി പറയണ്ട. അതിന്റെ ആവശ്യമില്ല. വിമർശനം അത് നമുക്ക് ചെയ്യാം. തെറി പറയാൻ നമുക്ക് ആർക്കും അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ തന്നെ വരും 1-2 സുന്ദരന്മാര്. ഞാൻ എന്താ ചെയ്യാറുള്ള അതിന്? ഇങ്ങോട്ട് 2 തെറി പറയുമ്പോൾ 10 തെറി അങ്ങോട്ട് പറഞ്ഞു മറ്റേ ഊക്കി അങ്ങ് ഞാൻ വിടും. അത്രേ ഉള്ളൂ. പിന്നെ അവന്മാർ അവിടെ കിടന്ന് മെഴുകുന്നതൊന്നും ഞാൻ കാണാറില്ല. പിന്നെ അവന്മാർ അതിന് റിപ്ലൈ അടിച്ചാൽ പോലും നമുക്ക് കിട്ടത്തില്ല, നോട്ടിഫിക്കേഷൻ വരത്തില്ല. ഞാൻ നോക്കത്തും ഇല്ല. പിന്നെ പോയി അതിന്റെ ആവശ്യം എനിക്ക് ഇല്ലടി. പക്ഷെ ഇങ്ങോട്ട് തെറി കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടും ഞാൻ കൊടുക്കും. അത്ര വലിയ മഹാനൊന്നും ആയിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ വെറുതെ ഇരിക്കുന്നത് നിങ്ങളെ വന്ന് തെറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പറയത്തില്ലേ? നമ്മളും ചെയ്യും. ഓക്കെ. പിന്നെ അണ്ണൻ പറഞ്ഞൊരു കാര്യമേ, ജാസ്മിന് 10 ബുദ്ധിയാണ്. അതെന്ത് ബുദ്ധിയാണ് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ 2 പേര് എനിക്ക് മനസ്സിലായി, അസീം മറ്റേ റോക്കിയും. ഓക്കെ, ജനങ്ങൾക്കൊക്കെ അത് മനസ്സിലായതാണ്. അസീർ റോക്കി 2 പേരാണ്. ഓക്കെ. ഈ ജാസ്മിന് 10 ബുദ്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ അത്? നിങ്ങൾ ആ കൊച്ചിനെ കളിയാക്കണം. എനിക്ക് അറിയാൻ പാടില്ലാണ്ടി വെക്കുക 10 ബുദ്ധിയാണെന്ന്. അതിന് ഒറ്റ ബുദ്ധിയേ ഉള്ളൂ. ആ ഒറ്റ ബുദ്ധി ആയതാണ് പണിയായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ അണ്ണൻ നേരത്തെ ജിൻഡോ ചേട്ടൻ പോയിട്ട് ഈ കൊട്ടുന്നുണ്ടല്ലോ, അത് അണ്ണന് തന്നെ പണി മേടിച്ച് വെക്കാനാണ്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എടോ, നിങ്ങൾക്കൊക്കെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇത്രയും കുറെ എണ്ണം വന്ന് മെഴുകുന്നുണ്ട്. പല ആളുകൾ വന്നിരുന്ന അതിനകത്ത് ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസും വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടതാണ്. ഞാൻ അതിനൊക്കെ റിയാക്ട് ചെയ്തത്. നീ അണ്ണനെ കൂടെ പിടിച്ച് എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെ ഉണ്ട് അസൂയ. എന്ത് ഐറ്റങ്ങളാണ്. അങ്ങനെ കപ്പും കൊണ്ടൊക്കെ വീട്ടിൽ ചെന്നു. എന്നിട്ടും ഇല്ല ഡിസേർവ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അണ്ണനെ ഇറങ്ങരുത്. മതി. അണ്ണൻ എന്തായാലും സപ്പോർട്ട് ചെയ്തായിരിക്കത്തില്ല പറയുന്നത്. അണ്ണന്റെ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അണ്ണൻ തന്നെ അണ്ണനെ കുഴി തോട്ടുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത്. എന്തിന്? ഇപ്പൊ കുറെ പേര് പറയും അങ്ങേര് PR വർക്ക് കൊണ്ടാണ് ജിൻഡോ ജയിച്ചതെന്നൊക്കെ. ആ ഒരു കമന്റിന് ഞാനൊന്നും പറയുന്നത് ആയിക്കോട്ടെ. PR കൊണ്ടാണെങ്കിലോ എനിക്ക് തന്നെ കുറെ കമന്റ് കുറെ അമ്മമാരെടുത്തത് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ PR ആണോ മോനെ, എനിക്ക് ഇഷ്ടപ്പെട്ട മോനെ അവൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഞാൻ കണ്ടു കമന്റ്. അങ്ങനെയുള്ളവരും ഉണ്ടാ മോനെ. പിന്നെ PR ചേട്ടന്മാരും ഉണ്ട്, ഇല്ല എന്നല്ല. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇപ്പൊ PR ചേട്ടന്മാർ വഴിയാണ് ജിൻഡോ കപ്പ് എടുത്തത് നിങ്ങൾ കുറെ പേര് പറയും. നോക്കി അങ്ങനെ വെക്കുക. അങ്ങനെ പറയുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ബാക്കി കണ്ടസ്റ്റൻസിന് അത് ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് പറ്റിയില്ല? ഇല്ലെങ്കിൽ ചെയ്തിട്ടും എന്തുകൊണ്ട് താന്നു പോയി? അത് അവരുടെ തോൽവി. മനസ്സിലായില്ല? അങ്ങനെ ഉള്ളൂ. അല്ലാതെ അതും പുള്ളിയുടെ ദേഹത്ത് കൊണ്ട് വെക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കുറെ പേര് കാണിച്ചിട്ടില്ല നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചത്. ബോറടിപ്പിക്കത്തില്ല നിങ്ങളെ. എന്തായാലും ബാക്കിയും കൂടെ ഒരു തുള്ളിയും കൂടെ നമുക്ക് കാണാം. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സിജോയുടെ അടുത്ത് എനിക്ക് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത്, സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യമില്ലടാ, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ എനിക്ക് അവിടെ.
നമ്മുടെ ഒരുമിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഒരുമിച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വി റിയലി മിസ് യു മാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. അതിന് മേലെ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു. കാര്യം നീ കാരണം ഞാൻ പുറത്തായി, അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി. അപ്പം എല്ലാത്തിനും എന്താ പറയാൻ, ഞാനത് അവിടുന്ന് കൺഫെഷൻ റൂമിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് അഗൈൻ സിജോ, ഐ ആം റിയലി സോറി. എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യമില്ല. നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴെങ്കിലും അണ്ണൻ ഒരു മാപ്പ് പറയാൻ തോന്നിയല്ലോ. അതിന് മുന്നേ നമ്മുടെ ഈ കൺഫെഷൻ റൂമിലൊക്കെ വെച്ച് കുറെ കരഞ്ഞു മെഴുകിയതൊക്കെ നമ്മൾ കണ്ടതാണ്, ഇല്ലാന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ മാപ്പ് പറഞ്ഞല്ലോ, വലിയ കാര്യം. പക്ഷെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ അണ്ണനെ ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ജിൻഡോ ചേട്ടൻ കപ്പും കൊണ്ട് വന്നപ്പോഴല്ലല്ലോ ആദ്യമായിട്ട് നമ്മുടെ പുറത്തിറങ്ങുന്നതും ഈ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതും അണ്ണൻ അറിയുന്നതും ഒന്നും. ഇതിന് മുമ്പ് സിജോ അവിടുന്ന് ഔട്ടായി വന്നപ്പോഴും അണ്ണൻ അറിഞ്ഞിട്ടില്ലേ സിജോ അണ്ണൻ പുറത്തായി എന്നൊക്കെ? ആ സമയത്ത് അണ്ണൻ ഇതേ കണക്ക് ഒരു ലൈവ് വന്നൊരു മാപ്പ് പറയായിരുന്നല്ലോ. അണ്ണൻ ചെയ്തോ? ഇല്ല, ചെയ്തില്ല. ഇപ്പൊ എന്തുകൊണ്ടത് ചെയ്തു? ഇപ്പൊ എല്ലാരും വന്നു, എല്ലാരും ഇങ്ങനെ ടൈം ലൈൻ മേളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ എല്ലാരും സംസാരിക്കുന്നു ഇവരെ പറ്റിയൊക്കെ. അപ്പൊ അണ്ണൻ അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കേറിപ്പോണം. അതിനുവേണ്ടി അണ്ണൻ ഇപ്പൊ വന്നൊരു ലൈവ് ആക്കിയിട്ട് മറ്റേ മാപ്പും തേങ്ങ കൊണ്ടൊക്കെ ഇറങ്ങുന്നു. എന്തിനാ അണ്ണ? എന്തിനാ? നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ. ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ, നേരത്തെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അവിടെ നിന്ന് കരഞ്ഞു മെഴുകി പരിപാടിയൊക്കെ അതൊക്കെ വിടുക. പുറത്ത് ഇറങ്ങിയതിനു ശേഷം അണ്ണൻ മറ്റേ വലിയ മാപ്പും ഒന്നും പറയാൻ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഇറങ്ങി സിജോ പുറത്തു വന്ന സമയത്തെങ്കിലും അണ്ണന് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് സംസാരിക്കാറുണ്ടല്ലോ. ചെയ്തോ അണ്ണൻ? ഇല്ല. പിന്നെന്തിനാ അണ്ണൻ ഇപ്പൊ തന്നെ ഇത് കൊണ്ട് ഇറങ്ങുന്നത്? മണ്ടന്മാരല്ലേ നാട്ടുകാര്, കേട്ടാ. ഇനി നമ്മുടെ സിജോ മോൻ ഇതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ സിജോ അണ്ണൻ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഈ നമ്മുടെ ഷൂട്ട്, അതായത് ഫൈനലൊക്കെ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഒരു ലൈവിനെ പറ്റി റോക്കി പറഞ്ഞ കാര്യത്തെ പറ്റിയൊക്കെ മീഡിയക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മുടെ സിജോ അണ്ണൻ കൊടുത്തൊരു മറുപടിയുണ്ട്. കുറെ അധികമുണ്ട്, കുറച്ച് കാര്യങ്ങളൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. പക്ഷെ ഞാൻ പറയാം, കാരണം പുള്ളി പറഞ്ഞതിനകത്ത് ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അതെന്താണെന്ന് ഞാൻ പറയാം, പക്ഷെ ഇത് നിങ്ങളൊന്ന് കാണും. ഇത്രയും ഇഷ്യൂ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടറായിപ്പോയി. അങ്ങനെ മണ്ടത്തിനോട് എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യണം. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ഒരാൾ അയച്ചു തന്നു. ഞങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് അതിനകത്ത്. ഇപ്പം എനിക്കത് ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി ഫൈനൽ ഫലം ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റ് ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ രണ്ടാമത്തെ വരവിൽ എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം, സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതവണ ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ക്യാപ്റ്റൻസി ടാസ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എണീറ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല, അവിടെ എനിക്ക് മാറി നിൽക്കേണ്ടി വരണം. അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഈ തളർവാദ രോഗികൾ വന്ന് ബിഗ് ബോസിൽ കളിക്കുന്ന പോലെ എൻ്റെ രണ്ടാമത്തെ അവസ്ഥ. അപ്പൊ സിജോ അണ്ണൻ പറയുന്നത് ഇനിയും ഒരു സൗഹൃദമോ അല്ലെങ്കിൽ റോക്കിയായിട്ട് ഒരു ടോക്കിനൊന്നും സിജോ അണ്ണന് താല്പര്യമില്ല. അത് പുള്ളിയുടെ പേഴ്സണൽ ഇഷ്ടം, നമ്മൾ അതിനകത്തോട്ട് തലയിട്ടൊന്നും ചെല്ലുന്നില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷെ സിജോ അണ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ടാണ് ഗെയിം കളിക്കാൻ പറ്റിയേനെ. അതൊക്കെ ഓക്കെ, ചിലപ്പോൾ പറ്റിയേനെ. പക്ഷെ അത് പറ്റണമെങ്കിൽ അണ്ണൻ അവിടെ നിൽക്കേണ്ട വന്നേനെ, അല്ലെ? ശേ, പറഞ്ഞ തെറ്റിപ്പോയി. അങ്ങനെയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിം അണ്ണനെ കളിക്കണമായിരുന്നെങ്കിൽ അണ്ണൻ അവിടെ നിൽക്കണം. പക്ഷെ അണ്ണൻ എന്തുകൊണ്ട് ഇത്രയും ദിവസം അവിടെ നിന്നു എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് അതിനകത്ത് മനസ്സിലായത് എന്താണെന്നറിയോ? റോക്കിയുടെ ഇടിയും മേടിച്ച് അണ്ണൻ കുറെ ദിവസം വെളിയിൽ പോയി. അപ്പത്തേക്ക് അണ്ണൻ കുറച്ച് ദിവസം സേഫ് ആയിട്ട് നിന്നു, അണ്ണനെ ആരും പുറത്താക്കിയില്ല. അതുപോലെ തന്നെ അണ്ണൻ തിരിച്ചു കയറിയപ്പോഴത്തേക്ക് അണ്ണന് മറ്റേ ഒരുപാട് സഹതാപത്തിന്റെ പേരിലുള്ള വോട്ട് കിട്ടി. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒക്കെ അണ്ണനകത്ത് നിന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്? നിങ്ങൾ പറ. അല്ലെങ്കിൽ എന്താണ്? ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലാസ്റ്റ് അവസാനമായപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് സിജോ വെളിയിൽ പോയത്? സിജോ മാന്യമായിട്ട് ചിലപ്പോൾ കളിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നിന്നേനെ, ഇടി കിട്ടി, അതിന്റെ സഹതാപം എല്ലാം കൊണ്ട് നിന്നേനെ. പക്ഷെ ആ സഹതാപം വരെ സിജോയുടെ അവിടെ പോയി. എന്തുകൊണ്ട്? സിജോ ഗെയിം കളിക്കാൻ തുടങ്ങി. അതും എങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങി? അവിടെ ഒരു സുന്ദരന്റെ കൂടെ മറ്റേ ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഗെയിം. അണ്ണന് പിന്നെ ട്രയാങ്കിൾ ഗെയിം ആണ് ഭയങ്കര താല്പര്യം എന്നൊക്കെ നമ്മൾ കേട്ടു. വേറെ മറ്റേ അഭിഷേക് ഒക്കെ വന്ന ഒരു ട്രയാങ്കിൾ സ്റ്റോറി പറയാൻ നിങ്ങൾ കേട്ടാണല്ലോ. ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടില്ല.
ഞാനത് റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക, എന്നാലേ ഞാനത് ചെയ്യുന്നുള്ളൂ. കാരണം അത് കുറച്ചായി കുറെ പേര് ചെയ്യുന്ന ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ഞാൻ മറ്റേ കണ്ടല്ലോ, ഞാൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ മറ്റേ കുത്തി 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 എനിക്ക് എടുക്കാൻ തോന്നും. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കേസ് ഇതാണ്, അതായത് സിജോ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് നിൽക്കാൻ ഇത്രയും ദിവസം നിൽക്കാൻ കാരണം ചിലപ്പോൾ റോക്കിയുടെ ഒരു ഇടി കിട്ടിയത് കൊണ്ട് വെളിയിൽ പോയി തിരിച്ചു വന്നുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടി കിട്ടാതെ കുറച്ചും കൂടെ ഒക്കെ അവിടെ നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും പോലും എത്തത്തില്ല. സിജോ അതിന് മുന്നേ തന്നെ പോയേനെ, ഉറപ്പായിട്ടും പോയേനെ. കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രി വന്ന് അന്ന് തൊട്ടേ ചിലപ്പോൾ ഈ ഒരു കളിയൊക്കെയാണ് സിജോ കളിച്ചതെങ്കിൽ, അല്ലെങ്കിൽ എന്താ അതിന് പറയുക, ഒരു ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംസാരിക്കും സിജോ, ഒരാളിപ്പോ റോക്കി എടുക്കലാണെങ്കിലും അന്ന് നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ ഈ സിജോ പറയുന്നുണ്ടല്ലോ റോക്കി കാരണമെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സിജോയോട്, സിജോ എങ്ങനെ റോക്കി കാരണമെന്ന് സിജോ പറയുന്നു? ഇടി കിട്ടി, ഇടി തന്നത് റോക്കി അതുകൊണ്ട്. പക്ഷെ എന്തിനിടി തന്നു? നീ പോയി മറ്റേ അവന്റെ താടി പിടിച്ച് കളിച്ചോണ്ടല്ലേ, ഇടിയടാ 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 എന്നും പറഞ്ഞ അവനടുക്ക് ചെന്നോണ്ടല്ലേ. വെറുതെ മറ്റേ ഒരു സൈഡിൽ എന്താ മറ്റേ പാലും പഴവും കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നിന്നെ വന്ന് അവൻ ഇടിച്ചതല്ലോ. നീ അവന്റെ ഫ്രണ്ടിൽ നിന്ന് അവനെ പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പൊ ആലോചിക്കണം, നീ അത് ചെയ്യുന്നതിന് മുന്നേ ഒരു നിമിഷം നീ ആലോചിക്കണമായിരുന്നു. എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല, എല്ലാവരുടെ മൈൻഡും ഒരേപോലെ ആയിരിക്കത്തില്ല. നീ വിചാരിച്ച എന്താ, പ്രൊവോക്ക് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പിടിച്ച് തള്ളോ വല്ലതും ചെയ്യും, അവിടെ അവൻ ഔട്ടാവും, ഇതായിരിക്കും നീ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു ഇടി കിട്ടും നീ വിചാരിച്ചില്ല. വിചാരിച്ചെങ്കിൽ നീ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പ്രൊവോക്ക് ചെയ്തു, നിന്റെ സൈഡിലല്ല 100% ശരിയൊന്നും ഇല്ല. 50% തെറ്റ് നിന്റെയിലും ഉണ്ട്, 50% തെറ്റ് റോക്കിയുടെയിലും ഉണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. നീ പ്രൊവോക്ക് ചെയ്തതും അത് വിട്ട് കളഞ്ഞായിരുന്നെങ്കിലോ നടക്കുമായിരുന്നു ഇത്? ഇല്ല, ചൊറിഞ്ഞ് അവന്റെ താടിയേലും പിടിച്ച് തന്നപ്പോഴത്തേക്ക് അവൻ ഇടിച്ചു തന്നു. കിട്ടി നിനക്ക്, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാ തോന്നിയത് കേട്ടോ. അത് അല്ലാതെ അപ്പുറം നിൽക്കുന്ന ആളെ മാത്രം കുറ്റം പറയാനുള്ള ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അത്. പിന്നെ സിജോയുടെ ഗെയിമിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി സിജോ തന്നെ പറയുന്നത് ഫൈനൽ 5 ഒന്നുമല്ല, ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഗെയിംസ് കളിക്കാൻ പറ്റിയാനെ ആ ഒരു വയ്യാഴിക ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഫിസിക്കലായിട്ടുള്ള ഗെയിംസ് ചിലപ്പോൾ കുറച്ചുകൂടെ കളിക്കാൻ പറ്റിയാനെ. പക്ഷെ എന്നാലും അതിന് അത്രയും നാളൊന്നും സിജോ നിൽക്കുമായിരുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല സിജോയുടെ നിന്ന്. ഇപ്പൊ രണ്ടാമത് കയറി വന്നപ്പോഴും കാട്ടുതീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സിജോ പറയുമായിരിക്കും സിജോയുടെ ഫിസിക്കൽ കണ്ടീഷൻ കൊണ്ടാണ് കാട്ടുതീ ആവാഞ്ഞത്. ഓക്കെ, പക്ഷെ പല കാര്യത്തിൽ പല ടോക്കുകൾ സംസാരങ്ങൾ അതിനകത്ത് വന്നപ്പോൾ പോലും സിജോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ഈ സിജോ ഇപ്പൊ ഇനി നമ്മുടെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ പോകുന്നതും അല്ലെങ്കിൽ സിജോയുടെ ഫാൻസ് പറഞ്ഞു വരത്താൻ പോകുന്നതും സിജോ ഫിസിക്കലി വയ്യാതായതുകൊണ്ടും ഇടി കിട്ടിയതുകൊണ്ടും എന്നൊരു കാര്യം പറയും. ഓക്കെ, നമുക്കൊന്നും അതിനെ നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. കാരണം അതേ പറയത്തുള്ളവര്. അതിനെ നമ്മൾ എന്ത് പറഞ്ഞ് എതിർക്കും? ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് എന്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് പറയാം. വലിയ ഗെയിം ഒന്നും കണ്ടിട്ടില്ല, അധികം നിക്കത്തില്ലായിരുന്നു എന്നുള്ളത്. ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രൂഫില്ല പറയാൻ. പക്ഷെ അവരുടെ കയ്യിൽ വലിയൊരു പ്രൂഫ് ഉണ്ട്, റോക്കി ഇടി കൊടുത്തതും വയ്യാതായതും. ഈ ഒരു സാധനം വെച്ച് തന്നെ കുറച്ച് സിജോ കളിക്കും. അത് ഞാൻ ഈ ഒരു ക്ലിപ്പിനകത്ത് തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. എനിക്കത് തീരെ ഡൈജസ്റ്റ് ആയില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, ഞാനത് വെക്കുന്നില്ല എന്തായാലും. കാരണം സിജോ ഒരു പോയിന്റ് പറയുന്നുണ്ട്, സിജോയുടെ കല്യാണം വരെ ഈ ഒരു ഇടി കിട്ടിയോണ്ട് സിജോയ്ക്ക് വായിക്ക് വയ്യാത്തതുകൊണ്ട് കല്യാണം വരെ നീട്ടി വെച്ചു എന്ന്. എടാ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായില്ല കേട്ടോ, എന്താണ് സിജോ പറയുന്നതെന്ന്. സിജോ അത് സിജോ കല്യാണം കഴിക്കുന്നത് വാവച്ചാണോ? അല്ല, ഇപ്പൊ സിജോ പറയായിരിക്കും സിജോയ്ക്ക് ഒരു സർജറി ഉണ്ട്, അതിന്റെ കാര്യങ്ങളുണ്ട്. എടോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ അതിനൊക്കെ പ്രശ്നം? എന്തിനാ കല്യാണം മാറ്റി വെച്ചാൽ? എനിക്കത് മനസ്സിലായില്ല കേട്ടോ. ചിലപ്പോൾ എന്റെ ഭാഗത്ത് ഞാൻ കല്യാണം ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കാം. എനിക്കത് മനസ്സിലായില്ല. കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ചു ആ ഒരു കുട്ടി, എനിക്കൊന്ന് ലവ് മാരേജ് ഞാൻ തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. കാരണം ആ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലൊക്കെ. അപ്പൊ ആ കുട്ടി കല്യാണം സിജോ ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് സിജോയുടെ ഈ ഓപ്പറേഷൻ, അല്ലെങ്കിൽ അതിന് ശേഷമാണ് സിജോയുടെ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ കേസുകളും കാര്യത്തിനും ഒക്കെ സിജോയ്ക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടുണ്ട് സിജോയ്ക്ക്. ലൈക്ക് ആ ഒരാൾ ടേക്ക് കെയർ ചെയ്യാനുണ്ട്. സോ അതല്ലേ ഏറ്റവും നല്ലത്. ഒരാൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന ഒരാൾ നോക്കാനോ അങ്ങനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കൂട്ട്, പ്രത്യേകിച്ച് സിജോയ്ക്ക് അത്രയും കാര്യമായിട്ടുള്ള ഒരു കുട്ടി തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഹോസ്പിറ്റൽ കേസിലും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ മാനസികമായിട്ട് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? അപ്പൊ അതല്ലേ ചെയ്യേണ്ടത്? നേരത്തെ കല്യാണം കഴിക്കണം. അതിനുവേണ്ടി കല്യാണം ഈ ഒരു ഇടി കിട്ടിയതിന്റെ പുറത്ത് പുള്ളിയുടെ ഫേസിലും ജോയിനൊക്കെയാണെന്ന് തോന്നുന്നു എന്തോ പ്രശ്നമുള്ളത്. അതും കല്യാണമായിട്ട് എന്തിനാണ് ഈ കൂട്ടിക്കുഴച്ച്? എനിക്കത് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. അതെന്തോ ഈ ഒരു വിഷയം കുറച്ചും കൂടെ ആളെ കത്തിക്കാൻ വേണ്ടി സിജോ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കാല് വയ്യാത്തവരും അങ്ങനെയുള്ളവരൊക്കെ കല്യാണം കഴിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ അവരെ ഇനി അങ്ങനെ കുറെ ഞാൻ എന്ത് പറഞ്ഞാലും കുറെ പേര് മോശമായിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും
അതൊരു മോശം പ്രവൃത്തിയോ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വയ്യാത്തവർ പോലും കല്യാണം കഴിച്ച് രണ്ടുപേരും ഒന്നിച്ചായി എന്നിട്ട് അവര് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആയിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഒരു മെന്റലി ഒരു സ്റ്റേബിൾ ആവുന്നതും മെന്റലി ഒരു സപ്പോർട്ട് കിട്ടുന്നതും. സിജോ സത്യം പറഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് കല്യാണം കുറച്ചും കൂടെ നീട്ടി എന്നിട്ട് അതാ പറയുന്നത് കല്യാണം വരെ എനിക്ക് നീട്ടി വെക്കേണ്ട വന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാലോ, അതെനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഡൈജസ്റ്റ് ആയോ എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും സിജോ റോക്കി കേസ് ഇങ്ങനെ മിക്കവാറും അടുത്തൊരു വീഡിയോ കൊണ്ട്, കാരണം ഈ സിജോയുടെ ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് റോക്കി കൂട്ടരെ വീണ്ടും പൊട്ടി അടുത്ത ലൈവോ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് റോക്കി ഇറങ്ങും. പിടിച്ചു നിൽക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് റോക്കി വരും. അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂവിൽ റോക്കി പറഞ്ഞൊരു കാര്യം, അതാണ് എനിക്ക് പൊളിഞ്ഞത്. ജിൻഡോ അതുവഴി വന്നു പോയ ഒരാളായിട്ടൊക്കെയാ തോന്നിയത്. എന്താണോ തനിക്കൊക്കെ പറയാം, പക്ഷെ അങ്ങനെ വെറുതെ വന്നു പോയ ഒരാളാ കപ്പും കൊണ്ടെങ്കിൽ പോകാൻ തങ്കവാലി വീട്ടിൽ പോയിരിക്കുന്നത്. അതും കൂടെ ഒന്ന് ആലോചിക്കണം റോക്കി ഈ പറയുന്നതിന് മുമ്പ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതിനോടൊക്കെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് മെയിൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഈ ബിഗ് ബോസ് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ബിഗ് ബോസ് റിയാക്ഷൻ മാത്രമല്ല ഈ ചാനൽ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇതേപോലുള്ള തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. അതിനും കൂടെയൊക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ബിഗ് ബോസ് കാണാനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വീണ്ടും ബിഗ് ബോസ് ചെയ്യുന്നു. പക്ഷെ എന്നാലും ബാക്കി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൂടെയൊക്കെ നമ്മൾ അറിയണം. അതിനകത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നത്, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോ ബൈ ബൈ. അയ്യോ ആരും പോകല്ലേ, എനിക്ക് മെയിൻ ഒരു പോയിന്റ് പറയാനുണ്ട്. ഞാൻ എഡിറ്റിനിട്ടപ്പോഴാണ് ആലോചിച്ച്, അയ്യോ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ തന്നെ ഞാൻ ഫോണും എടുത്ത് വീണ്ടും ഇരുന്നു. സംഗതി വേറൊന്നുമല്ല, മെയിൻ ഇത് കേൾക്കേണ്ടത് സിജോ ചേട്ടനാണ്. സിജോ ചേട്ടാ, താങ്കളുടെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ സായിയോടൊന്ന് ചോദിക്കണം. അതായത് സെൽഫ് ക്ലെൻസിങ് നമ്മുടെ BBയിലൊക്കെ വന്ന് സെൽഫ് ക്ലെൻസിങ് ഒക്കെ നടത്തി അങ്ങനെ നല്ല മഹത്തൊരു വ്യക്തിയായി മാറിയിരിക്കുന്ന അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിക്കണം. അതായത് ഒരു വ്യക്തി, ഇപ്പൊ ഞാനാണെങ്കിലും എന്നോട് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നിടത്താണ് ഞാൻ ഒരു നല്ല വ്യക്തിയായിട്ട്, ഒരു നല്ല മനസ്സിനുടമയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ റോക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും താങ്കളുടെ ഭാഗത്തുനിന്നും താങ്കളും കാണിച്ചിട്ടുണ്ട് പ്രൊവോക്കേഷൻ. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ വന്നിരുന്നവൻ മെഴുകുന്നുണ്ട്, അത് വിടുക. പക്ഷെ എന്നാലും അത് ക്ഷമിക്കാൻ താങ്കൾക്ക് പറ്റുന്നിടത്താണ് യു വിൽ ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ നമ്മുടെ കണ്ണാപ്പിയോട് പോയി ചോദിക്കുക, കണ്ണാപ്പി ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ അങ്ങനെ ആകണം എന്ന് കണ്ണാപ്പി ചേട്ടൻ പറഞ്ഞു തരും. കാരണം പുള്ളിയാണ് ഏറ്റവും നന്നായിട്ട് BBയിൽ പോയി സെൽഫ് ക്ലെൻസിങ് ഒക്കെ നടത്തി നല്ലൊരു വ്യക്തിയായ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുക, അദ്ദേഹം എന്താണെങ്കിലും ഇതേ പറയുള്ളൂ, ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക, അത് വേണം കേട്ടല്ലോ. അതുപോലെ തന്നെ എല്ലാവരോടും കൂടെ ഞാൻ ഒരു കാര്യം പറയാണ്, ഈ തെറി പറച്ചിൽ, ബാക്കി ആളുകളുടെ അക്കൗണ്ടിൽ പോയിട്ടുള്ള തെറി പറച്ചിൽ അത് ചെയ്യാതിരിക്കുക. അത് ഭയങ്കര ബോറാണ് കേട്ടോ.